എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് 2 പാർട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ടിൽ ഞാൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ് എന്ന് വിവരിക്കുന്നു. പിന്നീട് രണ്ടാമത്തെ പാർട്ടിൽ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി രീതികൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 വീഡിയോവും കാണുമ്പോഴേ ഇതിലൊരു പൂർണ്ണത കൈവരുന്നുള്ളൂ. അതുകൊണ്ട് ഈ 2 വീഡിയോയും മറക്കാതെ കാണുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ് എന്നുള്ളതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രെയിൻ റീസ്ട്രക്ചറിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, വാക്കുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ബ്രെയിൻ റീവയറിംഗ് എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അതേപോലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള വാക്കും നമ്മൾ ധാരാളം കേൾക്കാറുള്ളതാണ്. എന്താണ് ഈ ബ്രെയിൻ റീവയറിംഗ് അതല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ക്ലസ്റ്റർ ഓഫ് അല്ലെങ്കിൽ അനേകം ന്യൂറോൺസ് കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു സഞ്ചയം, ഒരു സങ്കലനമാണ്. ഒരുപാട് ന്യൂറോണുകൾ കൂടി ചേർന്ന് ആണ് നമ്മുടെ ബ്രെയിൻ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂറോൺസിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ന്യൂറോൺസ് സംവേദനം നടത്തുന്നത് നമ്മൾ ഈ പറയാറുള്ള ന്യൂറോണൽ കെമിക്കൽസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹോർമോൺസ് കൊണ്ടാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് സിഗ്നൽസ് പോകുന്നത് ഈ ന്യൂറോ കെമിക്കൽസ് ഉപയോഗിച്ചാണ്. കെമിക്കൽസ് ആണ് ഈ ഒരു ന്യൂറോൺ പറയുന്നതിനെ മറ്റേ ന്യൂറോണിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചെയിൻ റിയാക്ഷൻ, ഒന്നിൽ നിന്നും അടുത്തതിൽ നിന്നും 2 എണ്ണം, 2 4 എണ്ണം, 4 അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഒരു സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. കേരളത്തിലെ ആകമാനമുള്ള ഇലക്ട്രിക്കൽ ലൈൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ജംഗ്ഷൻസ് വരും, ഒരുപാട് മെയിൻ ലൈൻസ് ഉണ്ട്. അതിൽ നിന്നും ജംഗ്ഷൻസ് വരും, ജംഗ്ഷനിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും, അവിടെ നിന്നും വീണ്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവിടെ നിന്നും വീണ്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ മാറി ഒരുപാട് നെറ്റ്വർക്കുള്ള ഒരു സംഭവമാണ് കേരളത്തിനകത്തെ ഒരു ഇലക്ട്രിസിറ്റി വിതരണ ശൃംഖല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം അതുപോലെയാണ് നമ്മുടെ ഈ ശരീരത്തിലെ ന്യൂറോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെയധികം ഈ വരവും ഒരുപാട് സംവേദനങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തോളൂ. അതല്ലാതെ മാനസികവും രോഗവുമായി മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ സെർച്ച് ചെയ്യരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബ്രെയിൻ റീവയറിംഗ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുമ്പ് ന്യൂറോൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡ് ശൃംഖല ഉണ്ടാവും, ചെറിയൊരു റോഡ് ശൃംഖല. ആ റോഡ് ശൃംഖലയിലൂടെ നമ്മൾ പല റോഡുകളിലൂടെയും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ റോഡ്, നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന റോഡ് ശൃംഖല, അതിൽ 1 2 റോഡുകൾ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ആ 1 2 റോഡുകൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് വളർന്നതായിരിക്കാം, കുറച്ച് കുണ്ടും കുഴിയുമുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ റോഡിൽ കൂടെ പോകുന്നതാണ് കംഫർട്ടബിൾ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. മറ്റാരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, അതല്ല ശരി, ആ റോഡിന് ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ ഈ റോഡിലൂടെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം വേറൊരു റോഡിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പൊതുവെ റിജക്റ്റ് ചെയ്യും. കാരണം ഞാനിതൊക്കെ ചിന്തിച്ചതാണ്, പക്ഷേ എനിക്ക് ഈ റോഡാണ് കംഫർട്ടബിൾ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ. ഈ ചിന്ത പോലെയാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു മെത്തഡോളജി ഓഫ് ഈ ബിഹേവിയറിൻ്റെയും അല്ലെങ്കിൽ ചിന്തകളുടെയും ഒരു പാത്ത് എന്ന് പറയുന്നത്, ഒരു വഴി. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സ്വീകരിച്ചാൽ, ഈ റോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ആ പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്ത് ഉണ്ടാക്കപ്പെടുന്നു, ഒരു ന്യൂറോണൽ സ്ട്രക്ചർ ഉണ്ടാക്കപ്പെടുന്നു. ആ പാത്തിലൂടെ നമ്മൾ വീണ്ടും സഞ്ചരിക്കുകയാണെങ്കിൽ ആ ന്യൂറോണൽ സ്ട്രക്ചർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അതേപോലത്തെ സാഹചര്യം വരുമ്പോൾ ഈ ന്യൂറോണൽ സ്ട്രക്ചറിലൂടെ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും സ്വാഭാവികമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷയിൽ ശീലം എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ ഒരു ശീലമുണ്ട്, പെരുമാറാൻ ഒരു ശീലമുണ്ട്, പല ശീലങ്ങളുണ്ട്, പല തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതെല്ലാം നമുക്ക് ശീലമാണ്. പലതരത്തിലുള്ള ചിന്തകൾ, അതെല്ലാം നമുക്ക് ശീലമാണ്. പലതരത്തിലുള്ള ഇമോഷൻ, അതെല്ലാം നമുക്ക് ശീലമാണ്. ഈ ശീലങ്ങളെയാണ് നമ്മൾ പൊതുവെ ഈ ന്യൂറോണൽ സ്ട്രോങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു പാത്ത് സ്ട്രോങ് ആണ്, ആ രീതിയിലുള്ള പെരുമാറ്റം.
ആ രീതിയിലുള്ള ചിന്ത, ആ രീതിയിലുള്ള വികാരം ഇത് നമ്മൾ പ്രകടിപ്പിക്കുന്നു. ഇത് മാറ്റണമെങ്കിലോ, നമുക്കൊരു ശീലം മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പുതിയ ഒരു ശീലം കമ്പൽസീവായി കൊണ്ടുവരണം. എല്ലാ ദിവസവും നമുക്കറിയാം, ചെറുപ്പത്തിൽ നമുക്ക് പല കാര്യങ്ങളെയും പേടിയായിരുന്നു, പല കാര്യത്തിലും നമുക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, പല കാര്യത്തിലും നമ്മുടേതായിട്ടുള്ള ചിന്താ രീതികളുണ്ടായിരുന്നു, പല വിഷയങ്ങളിലും നമ്മുടേതായിട്ടുള്ള പെരുമാറ്റ രീതികളുണ്ടായിരുന്നു. പക്ഷേ ആ പെരുമാറ്റ രീതികൾ പലതിനെയും നമ്മൾ മറികടന്നു. ഒരു പെരുമാറ്റ രീതി വരണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോൺ സ്ട്രക്ചർ രൂപപ്പെട്ടിട്ടുണ്ടാവണം. അതിനെ മറികടന്ന് വേറൊരു പെരുമാറ്റ രീതി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പഴയ ന്യൂറോൺ സ്ട്രക്ചറെ മാറ്റി അതിനെ കുറച്ചുകൂടി സപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ലാതാക്കി പുതിയ ഒരു ന്യൂറോൺ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താലേ പുതിയ ശീലം വരികയുള്ളൂ. അപ്പോൾ പഴയ ന്യൂറോൺ സ്ട്രക്ചറിനെ മാറ്റി പുതിയൊരു ന്യൂറോ സ്ട്രക്ചർ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ശീലങ്ങൾ മാറ്റാൻ, നമ്മുടെ ചിന്താ രീതികൾ മാറ്റാൻ, നമ്മുടെ പെരുമാറ്റ രീതികൾ മാറ്റാൻ, നമ്മുടെ വികാരത്തിൻ്റെ രീതികൾ മാറ്റാൻ, നമ്മളെ തന്നെ മാറ്റാൻ നമ്മൾ ചെറിയ പ്രായം മുതൽ ഒരുപാട് പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ശീലത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ഈ ശീലത്തെ മാറ്റിയെടുക്കലാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ അത് വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് പ്രാധാന്യം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ മാനസിക ബുദ്ധിമുട്ടുകൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ പരിഹാരം കാണാൻ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് കഴിവുണ്ട് എന്നുള്ള സ്ഥലത്താണ്. ഈ ശീലത്തെ മാറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് എന്ന് കരുതുക. ഒരു വ്യക്തി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂറോ സ്ട്രക്ചർ രൂപപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഏകദേശം 6 മണിയാകുമ്പോൾ തന്നെ അലാറമൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കുന്ന ഒരു ശീലമുള്ള ഒരു ന്യൂറോ സ്ട്രക്ചർ. ആ ക്ലോക്ക് ഇവരെ കൃത്യം 6 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു. ഈ ശീലം ഒരു സൈഡിൽ ഇദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചിന്താരീതികൾ അദ്ദേഹത്തിന് വരും, അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റ രീതികൾ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി, ഇതെല്ലാം ആ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇനി ഈ ഒരു സംഭവം മാറ്റണമെന്ന് കരുതുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശീലം മാറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പൽഷൻ വേണം. ഇവിടെ കമ്പൽഷൻ എന്തായിരിക്കും? ഈ വ്യക്തിക്കൊരു പുതിയൊരു ജോലി കിട്ടി, ആ ജോലിയിലേക്ക് ഇദ്ദേഹം കൃത്യസമയത്ത് പോകണമെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റാൽ പോരാ, 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും എന്നുള്ള ഒരു കമ്പൽഷൻ അവിടെ വരികയാണ്, ഒരു നിർബന്ധം അവിടെ വരികയാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വയ്ക്കാം, പക്ഷേ ശമ്പളത്തിൻ്റെ ആധിക്യം കൊണ്ടോ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ജോലിയാണ് എന്നുള്ളത് കൊണ്ടോ ആ ജോലി ഇദ്ദേഹം സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അദ്ദേഹത്തിന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മൾ എന്താണ് ചെയ്യുക? അടുത്ത ദിവസം 5 മണിക്ക് അലാറം വെച്ച് കിടന്നുറങ്ങും. രാവിലെ 5 മണിക്ക് അലാറം അടിക്കും. അലാറം അടിച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ കണ്ണ് തുറന്നു എന്ന് വരാം. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ ഉറക്കം പൂർണ്ണമായിട്ടുണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം, ഒരു 10 മിനിറ്റ് കൂടി കിടക്കാം എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അദ്ദേഹം സാധാരണ പോലെ ജോലിക്ക് പോയി എന്ന് വരാം. പക്ഷെ അടുത്ത ദിവസവും അലാറം വെക്കേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിന് പഴയ ശീലത്തിൽ നിന്നും പുതിയൊരു ശീലത്തിലേക്ക് മാറ്റം വരാൻ കമ്പൽസീവായി, നിർബന്ധമായി 5 മണിക്ക് കുറേ ദിവസം തുടർച്ചയായി അലാറം വെച്ച് ശീലിച്ച് കഴിഞ്ഞാൽ 6 മണി എന്നുള്ള ശീലം 5 മണിയായി മാറി. കുറച്ച് ദിവസം കഴിയുമ്പോൾ, പൊതുവെ 15 മുതൽ 21 ദിവസം വരെ എന്നാണ് പറയുക, അതിന് മുമ്പേയും സംഭവിക്കാറുണ്ട്, 5 മണിക്ക് അലാറം വെക്കാതെ തന്നെ എഴുന്നേൽക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ടാവുന്നു. അതുപോലെയുള്ള പെരുമാറ്റ രീതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്താ രീതികളും അദ്ദേഹത്തിനുണ്ടാവുന്നു. അതായത് പഴയ ഒരു ശീലത്തിൻ്റെ, പഴയ ബിഹേവിയറിൻ്റെ, പഴയ ചിന്തകളുടെ ഒരു ന്യൂറോ സ്ട്രക്ചറിനെ മാറ്റി പുതിയ ശീലത്തിൻ്റെ ന്യൂറോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
കമ്പൽസീവായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിർബന്ധത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയതിന് പ്രാധാന്യം കുറഞ്ഞ് അവസാനം അതില്ലാതാവുകയും പുതിയതിന് പ്രാധാന്യം കൂടി അതിന് സ്ട്രെങ്ത് കൂടുകയും അടുത്ത ശീലം നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ ഉണ്ടാക്കുന്നത് വരെ ഈ ശീലം കൂടുതൽ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ അല്ലെങ്കിൽ ബ്രെയിൻ റീവയറിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. എന്ന് വെച്ചാൽ പറഞ്ഞ ഒരു കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കുക. ചെറുപ്പം മുതൽ നമ്മൾ ഒരുപാട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബ്രെയിൻ റീവയറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് ബ്രെയിൻ റീവയറിങ് ചെയ്യും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്കുണ്ടാവും. അതിന് കാരണം സാഹചര്യങ്ങളാവാം, കമ്പൽഷൻസ് ആവാം, അതേപോലെ ചുറ്റുപാടുകൾ, നമ്മുടെ എക്സ്പീരിയൻസസ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച്, ചുറ്റുപാടുകൾക്കനുസരിച്ച്, നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മളുടെ ചിന്തകളും പെരുമാറ്റങ്ങളും എമോഷൻസിനും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ മനസ്സിൽ, ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ, ശരീരത്തിൽ ഭംഗിയായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ്. അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് കേൾക്കുമ്പോഴേക്കും ഇതെന്താവാ സംഭവം എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബ്രെയിൻ റീവയറിങ് എന്ന് പറയുന്നതും സെയിമാണ്. അപ്പോൾ ഇതിനെ നടപ്പിലാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഞാനത് എൻ്റെ വീഡിയോസ് മിക്കവാറും എല്ലാം മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇവയെക്കുറിച്ചാണ്. കാരണം എൻ്റെ ഏരിയ അതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്യണം. പല കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു കമ്പൽഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രക്രിയ, പഴയ ശീലത്തിൽ നിന്നും പുതിയ ശീലത്തിലേക്ക് മാറുന്ന ഈ പ്രക്രിയ പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ കമ്പൽഷൻ അത്യാവശ്യമാണ്, നിർബന്ധം അത്യാവശ്യമാണ്. ആ നിർബന്ധം പുറമെ നിന്നായാലും സാരമില്ല, നമ്മുടെ മനസ്സിനകത്ത് തന്നെ ആയാലും സാരമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായാലും സാരമില്ല. ഏകദേശം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ റീവയറിങ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മളുടെ മാനസിക പ്രശ്നങ്ങൾക്ക്, മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റുള്ള നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെ തന്നെയാണ് ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് തന്നെ ഇപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാനസിക പ്രശ്നങ്ങളാവുമ്പോൾ ഒരല്പം കൂടി സ്പെസിഫിക് ആയിട്ടൊരു അഡ്രസ്സ് ആവശ്യമാണ്. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ധാരാളം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചിന് അനുസരിച്ച് ഈ പറയുന്ന ബ്രെയിൻ റീവയറിങ്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ മാനസിക പ്രശ്നങ്ങളിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യുക, അതെങ്ങനെ ഫലവത്താവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഇതിൻ്റെ 2ാം പാർട്ട് വീഡിയോ ഇത് കഴിഞ്ഞ അടുത്ത ആയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും കാണുക, ഈ വീഡിയോയും മുഴുവനായും കാണുക. എങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 2ാമത്തെ പാർട്ട് കാണാൻ മറക്കരുത്.